SHERINZ Taste ഫെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അതിന് മുമ്പ് ഒരു പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് അത്യാവശ്യം വ്യൂസും ഉണ്ടായിരുന്നു. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സോഫ്റ്റ് പത്തിരി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ടിപ്സും ട്രിക്സും എല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പത്തിരിയുടെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. നോമ്പ് കാലത്ത് പത്തിരി ഇല്ലാണ്ട് പിന്നെ എന്താ അല്ലേ? പത്തിരി ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും നല്ല പെർഫെക്റ്റ് പത്തിരി ഉണ്ടാക്കാം. ഞാനതിനൊരു 6 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കൂടുതൽ എടുത്തിട്ടുള്ളത്. വറുത്ത് വെച്ച് നല്ല തരിച്ച് നൈസായിട്ടുള്ള പൊടിയാണ് നമുക്ക് പത്തിരിക്ക് വേണ്ടത്. ഞാൻ പൊടി അളന്ന അതേ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. നമ്മൾ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം എന്ന തോതിൽ വേണം എടുക്കാൻ. ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അടി പരന്നൊരു പാത്രത്തിൽ വേണം പൊടി വാട്ടാനായിട്ട് എടുക്കാൻ. എന്നാലേ പൊടി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം എല്ലായിടത്തേക്കും എത്തുള്ളൂ. ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്താൽ എല്ലായിടത്തും പൊടി എത്തില്ല. ഇനി വെള്ളം തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പത്തിരി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. അതൊന്ന് വാട്ടുന്നിടത്തും ഒന്ന് കുഴക്കുന്നിടത്തുമാണ്. അത് ശരിയായില്ലെങ്കിൽ പിന്നെ പത്തിരി നന്നാവില്ല. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇങ്ങനെ വെതറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊടി വെള്ളത്തിൻ്റെ മേലെ നിൽക്കാനാണ്, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഇനി നമ്മൾ ആ ചട്ടുകം വെച്ചിട്ട് ഒരു 3 കുഴി ഉണ്ടാക്കുക. അപ്പോൾ വെള്ളം തിളച്ച് മേലേക്ക് പൊന്തി വരും. ആ സമയത്ത് നമ്മൾ മൂടി വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ വേവിക്കണം. ഇങ്ങനെ വേവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് പത്തിരി സ്റ്റോക്ക് ചെയ്ത് വെക്കാം, ഫ്രിഡ്ജിൽ പരത്തി സൂക്ഷിച്ച് വെക്കാം. ഒരു 3-4 ദിവസം വരെ മുറിഞ്ഞു പോവാതെ നല്ല പത്തിരിയായിട്ട് തന്നെ ഉണ്ടാകും. അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടി ഇട്ട ഉടനെ നിങ്ങൾക്ക് ഇളക്കിയിട്ട് 1 മിനിറ്റ് മൂടി വെച്ചിട്ട് വേണമെങ്കിൽ കുഴച്ചിട്ട് ഉപയോഗിക്കാം. കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് പത്തിരിയും. പക്ഷേ നിങ്ങൾ എടുത്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മുടെ പൊടി വെന്തിട്ടുണ്ട്. 7 മിനിറ്റ് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് സ്റ്റവ് ഓഫാക്കി ഒരു 2 മിനിറ്റോളം അങ്ങനെ വെക്കണം. പൊടി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാം. ഒരു വലിയ പാത്രത്തിൽ പൊടി ഇട്ടിട്ട് ചൂടോടെ തന്നെ വേണം കുഴച്ചെടുക്കാൻ. കൂടുതലുണ്ടെങ്കിൽ ഇതുപോലത്തെ കപ്പ് യൂസ് ചെയ്യാം. ഞാനൊരു ചെറിയ കപ്പാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ചൂടോടെ തന്നെ വേണം കുഴയ്ക്കാൻ. അത് ചൂടാറോളം നമ്മൾ കുഴച്ചുകൊണ്ടേ ഇരിക്കണം. ഇടയ്ക്ക് വേണമെങ്കിൽ വെള്ളം കുറേശ്ശെ തെളിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കരുത്. കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴയ്ക്കണം. ഇനി ഒരു സ്റ്റീലിൻ്റെ പരന്ന ചട്ടുക എടുത്തിട്ട് പൊടി ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചൂടാറോളം ഈ കപ്പ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. പൊടി കുഴയ്ക്കുമ്പോൾ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും പാടില്ല. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാം. പത്തിരി ഇതുപോലെ നന്നായി കുഴച്ചെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് പൊടി ഇതുപോലെ നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ടിട്ട് നമ്മൾ പത്തിരി നല്ല സോഫ്റ്റ് ആവോളം ഇതുപോലെ നന്നായിട്ട് അമർത്തി കുഴയ്ക്കണം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം തൊട്ടിട്ടൊന്നിങ്ങനെ കുഴച്ചാൽ മതി. പക്ഷേ നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ കുഴച്ചെങ്കിലേ പറ്റുള്ളൂ. പത്തിരിയുടെ സൈഡൊക്കെ ഇങ്ങനെ വിണ്ടുകൊണ്ടിരിക്കും. വെള്ളം കുറവായാൽ പത്തിരി ഭയങ്കര ഹാർഡായിരിക്കും. കുഴയ്ക്കൽ ശരിയായിട്ടില്ലെങ്കിൽ പത്തിരിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊട്ടിട്ട് കുഴയ്ക്കുക, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വെള്ളം കൂടി പോകരുതെന്നുള്ളൂ. ഇങ്ങനെ കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കുഴയ്ക്കുക. ഇനി നമ്മൾ പത്തിരി തൊടുമ്പോൾ പത്തിരി ഇങ്ങനെ താഴ്ന്നു പോകണം, നന്നായിട്ട് താഴ്ന്നു പോകണം. ഇതുപോലെ ഇങ്ങനെ തൊടുമ്പോഴേക്കിനും താഴ്ന്നു പോകണം. ഇനി നമ്മൾ ചെറിയ ബോൾസാക്കി പത്തിരി നമുക്കിതുപോലെ ഇങ്ങനെ നീട്ടിയെടുക്കാം. കുറച്ച് വെള്ളം കയ്യിലൊന്ന് തൊട്ടിട്ട് നമുക്കിതുപോലെ നീട്ടിയെടുക്കാം.
ഉരുള ഉരുട്ടാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ ഇതുപോലെ നീട്ടി വയ്ക്കുന്നത്. ഇനി ഓരോന്നോരോന്ന് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മളൊരു കാറ്റ് തട്ടാത്തൊരു പാത്രത്തിലിട്ടിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. പത്തിരി അമർത്താൻ പോവാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ, പൊടി, പ്രസ്, നമ്മൾ ഉരുളകളാക്കി വെച്ച പത്തിരി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വയ്ക്കുക. ഇനി കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് നമ്മൾ ഓരോ പത്തിരി ഇതുപോലെ ഉരുളകളാക്കിയിട്ട് വേണം നമ്മൾ വെക്കാൻ. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടാനാണ്. പിന്നെ പത്തിരി ഒരിക്കലും കാറ്റ് തട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓരോ നീളം എടുക്കുന്നത് ഇതുപോലെ വെള്ളം തൊട്ടിട്ട് ഇതുപോലെ ഉരുളകളാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇനി പ്രസ്സിൽ കുറച്ച് എണ്ണ പുരട്ടി നമുക്ക് ഓരോ പത്തിരിയും അമർത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ പൊടിയിൽ മുക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അധികം വൈകാതെ തന്നെ പൊടി തട്ടിക്കൊട്ടണം, ഇല്ലെങ്കിൽ പൊടി അത് പത്തിരിയിലൊക്കെ പിടിച്ചു പോവും. അങ്ങനെ ഓരോന്നോരോന്നും നമ്മൾ ഇതുപോലെ ചെയ്യുക. അമർത്തിയ പത്തിരിയേക്കാളും നല്ലത് ഒന്ന് പരത്തി എടുക്കുന്ന പത്തിരിയായിരിക്കും. ജസ്റ്റ് ഒന്ന് പൊടിയിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അധികം സമയമൊന്നും വേണ്ട. നമ്മൾ നേരത്തെ അമർത്തിയ അതേ സെയിം പത്തിരി തന്നെ ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് പൊടി ഇതുപോലെ ഒന്ന് തട്ടിക്കൊട്ടുക. നമ്മൾ പരത്തി വെച്ച പത്തിരിയും നമ്മൾ അമർത്തിയ പത്തിരിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് കാണിച്ചു തരാം. ഒരുപാടൊന്നും പൊടിയിടണ്ട, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ തട്ടിക്കൊട്ടണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പത്തിരി ചുടുമ്പോൾ പത്തിരിക്കല്ലിൽ നിറയെ പൊടി ഉണ്ടാവും. അപ്പോൾ പത്തിരി ചുവന്നു പോകും. അതില്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പത്തിരി എപ്പോഴും തട്ടിയിട്ട് വേണം ഓരോന്നോരോന്ന് ഇതുപോലെ വയ്ക്കാൻ. ഇത് ഞാൻ പ്രസ്സിൽ അമർത്തിയ പത്തിരിയാണ്. അപ്പോൾ അതിൽ ഒരുപാട് പൊടി ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ തട്ടണം. പലർക്കും തട്ടിക്കൊട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ത്രൂ പ്രാക്ടീസിലൂടെ മാത്രമേ കറക്റ്റായിട്ട് വരുള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് തട്ടിക്കൊടുക്കുക, വീണ്ടും മറ്റേ കയ്യിലെടുത്തിട്ട് ഇതുപോലെ തട്ടുക. ഇത്രയേ ഉള്ളൂ. പക്ഷേ കുറച്ച് പ്രാക്ടീസ് വേണം, വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടോ, നമ്മൾ നല്ല വെള്ളം കൂട്ടി കുഴച്ചതുകൊണ്ടാണ്, നന്നായിട്ട് കുഴച്ചുകൊണ്ട് നമ്മുടെ പത്തിരി ഇപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അറ്റൊന്നും വെള്ളാതെ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ, നല്ല പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിൽ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വെള്ളം കൂട്ടാൻ പാടില്ല കേട്ടോ, അപ്പോൾ നമ്മുടെ പത്തിരി പൊട്ടിപ്പോവും. ഇത് ഞാൻ പ്രസ്സിൽ അമർത്തിയ പത്തിരിയാണ്. കണ്ടോ, അതിൻ്റെ നടുഭാഗം പൊന്തിയിരിക്കുന്നുണ്ട്. ഇത് ഞാൻ പരത്തി വെച്ച പത്തിരിയാണ്. എന്തുകൊണ്ട് പരത്തി പത്തിരിയാണ് പ്രസ്സിൽ അമർത്തിയ പത്തിരിയേക്കാൾ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ടാവുക. ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. ഞാനിവിടെ ഇരുമ്പ് കല്ലിലാണ് പത്തിരി ചുട്ടെടുക്കുന്നത്. വേണമെങ്കിൽ മൺചട്ടിയിലും ചുട്ടെടുക്കാം. കല്ല് നല്ലോണം ചൂടായിട്ട് വേണം നമ്മൾ ഓരോ പത്തിരിയും ഇട്ട് കൊടുക്കാൻ. ഇനി നല്ലോണം ചൂടായതിന് ശേഷം ഇതുപോലെ ചെറിയ പുക ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അധിക സമയം വെക്കരുത്. ഒരു അര മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൽ ചെറിയ ബബിൾസ് വരും. അപ്പോൾ നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പൊള്ളങ്ങൾ വരുമ്പോൾ നമുക്ക് വീണ്ടും അത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പത്തിരി നല്ല ഒറ്റ പൊള്ളാനായിട്ട് വരും. പത്തിരി ഒരിക്കലും ചോക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പത്തിരി തട്ടിക്കൂട്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ പ്രാവശ്യം ചുട്ടെടുക്കുന്ന പത്തിരി നമ്മളൊരു മൂടിയുള്ള പാത്രത്തിൽ വേണം ഇട്ട് വെക്കാൻ. കാറ്റ് തട്ടാൻ പാടില്ല. അത് മൂടി വെക്കണം. അപ്പോഴേ നമ്മളെ പത്തിരി നല്ല സോഫ്റ്റായിട്ട് നിൽക്കുള്ളൂ. പത്തിരി ചൂടാൻ എന്തുകൊണ്ടും നല്ലത് ഇരുമ്പ് കല്ലിൽ ചൂടുക, അല്ലെങ്കിൽ മൺചട്ടിയിൽ ചൂടുക. നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവുക ഇരുമ്പ് കല്ലിൽ ചുടുമ്പോഴാണ്. ഇതുപോലെ നല്ലോണം വേവിച്ച് കുഴച്ച് വെച്ച പൊടി നമുക്ക് ഫ്രിഡ്ജിൽ 2-3 ദിവസം വരെ കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒന്ന് മൂടി തുറന്ന് വെക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ വെള്ളം ഇറങ്ങിപ്പോവും. ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി തയ്യാറായിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം വരെ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ മട്ടൻ കറിയുടെ കൂടെയോ ഫിഷ് കറിയോ തേങ്ങാപ്പാലോ എന്തിൻ്റെ വേണേൽ കൂടെ കഴിക്കാവുന്നതാണ്. നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണം.
എനിക്ക് പത്തിരിയുടെ വീഡിയോ ഇതിലും ഷോർട്ടാക്കി പറയാൻ കഴിയില്ല, കാരണം നിങ്ങൾക്കിത് മനസ്സിലാവും വേണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കിത് എങ്ങനെയാണ് പത്തിരിക്ക് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്, അത് അറിഞ്ഞാലേ നമ്മുടെ പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്കിത് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.